Hi, welcome to Zaali kitchen. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെജ് കത്തി റോൾ ആട്ടോ. നല്ല ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമുക്ക് ഡിന്നറിനായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വേറെ പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പൊടികൾ ആ ഒരു പച്ചമണം കളയണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 പൊട്ടാറ്റോ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊട്ടാറ്റോ വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ചപ്പാത്തി നന്നായിട്ട് ചൂടായി കിട്ടണം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചെറുതായിട്ട് ഒന്ന് ക്രിസ്പി ആവണം ചപ്പാത്തി. ഇപ്പം എല്ലാ ചപ്പാത്തിയും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഈ ഒരു റോള് ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണീസ് സ്പ്രെഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടാറ്റോൻ്റെ ഫില്ലിങ് പിന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ടാണ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് റോൾ ചെയ്തെടുക്കാനും പറ്റും. കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ച ഉള്ളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പീസ് ക്യാപ്സിക്കം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പം അതും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.